കൊച്ചിയിൽ സ്വകാര്യ ബസ്സിൽ ലൈംഗിക അതിക്രമം നടത്തിയ അധ്യാപകൻ അറസ്റ്റിൽ. അമ്പലമേട് സ്വദേശി കമാലാണ് സൗത്ത് പോലീസിന്റെ പിടിയിലായത്. വിവരങ്ങളുമായി നിതിൻ പ്രഭാകരൻ ചേരുന്നു. എന്താണ് നിതിൻ, സംഭവം എങ്ങനെയാണ്? ഫിജി, ഇന്ന് വൈകിട്ടാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായിരിക്കുന്നത്. കൊച്ചി അമ്പലമേട് സ്വദേശി കമലാണ് ഫോർട്ട് കൊച്ചി ആലുവ റൂട്ടിൽ സർവീസ് നടത്തുന്ന ബസ്സിൽ 19കാരിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയത്. പെൺകുട്ടി ബഹളം വെച്ചതോടുകൂടി ബസ് ജീവനക്കാരും യാത്രക്കാരും ഇയാളെ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. കടയിരിപ്പ് ഹൈസ്കൂളിലെ അധ്യാപകനാണ് പിടിയിലായ കമൽ. ഇദ്ദേഹം ഫോർട്ട് കൊച്ചിയിൽ നിന്നാണ് ബസ്സിൽ കയറിയത് എന്നാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. നിലവിൽ ഇയാൾ സൗത്ത് പോലീസ് സ്റ്റേഷനിലുണ്ട്. അല്പസമയത്തിനകം വൈദ്യപരിശോധന നടത്തി മജിസ്ട്രേറ്റിന്റെ വസതിയിൽ ഹാജരാക്കും. ഈ 19കാരി ബസ്സിൽ നിന്നും നിലവിളിക്കുകയായിരുന്നു. ഈ നിലവിളി കേട്ട് ബസ് ജീവനക്കാരും ബസ്സിലെ യാത്രക്കാരും ഒച്ചവെച്ചപ്പോൾ ഇയാൾ ഒന്നും അറിയാത്ത രൂപത്തിൽ നിൽക്കുകയായിരുന്നു. എന്നാൽ പെൺകുട്ടി തനിക്ക് അനുഭവപ്പെട്ട ദുരനുഭവം ബസ്സിലെ ജീവനക്കാരോടും യാത്രക്കാരോടും വിവരിച്ചതോടെ ഇവർ പോലീസിനെ അറിയിച്ചു. പോലീസ് എത്തി ഇയാളെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് മാറ്റുകയായിരുന്നു. അല്പസമയത്തിനകം ഇയാളെ വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുപോകും. അതിനുശേഷം മജിസ്ട്രേറ്റിന്റെ വസതിയിൽ ഹാജരാക്കുമെന്നാണ് പോലീസ് ഇപ്പോൾ നൽകിയിരിക്കുന്ന വിവരം. ഫിജി, നിതിൻ, ഇയാൾ ഏത് സ്കൂളിലെ അധ്യാപകനാണെന്ന് വ്യക്തമാക്കി പറയാമോ? തീർച്ചയായും ഫിജി, കടയിരിപ്പ് ഹൈസ്കൂളിലെ അധ്യാപകനാണ് പിടിയിലായിരിക്കുന്ന കമൽ. ഏറ്റവും ദാരുണമായ സംഭവം എന്ന് തന്നെ നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാം. കാരണം ഒരു അധ്യാപകന്റെ ഭാഗത്തു നിന്നാണ് ഇത്രയും ദാരുണമായ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. കേവലം 19 വയസ്സ് മാത്രമുള്ള പെൺകുട്ടിക്ക് നേരെയാണ് ഈ അധ്യാപകൻ ലൈംഗിക അതിക്രമം നടത്തിയത്. പെൺകുട്ടി നിലവിളിക്കുന്നത് കേട്ടാണ് ബസ് ജീവനക്കാരും യാത്രക്കാരും ശ്രദ്ധിക്കുന്നത്. ഒരിക്കൽ കൂടി നമ്മുടെ പ്രേക്ഷകർ കേൾക്കാൻ വേണ്ടി പറയുന്നു. എറണാകുളത്തെ കടയിരിപ്പ് ഹൈസ്കൂളിലെ അധ്യാപകനാണ് ഇപ്പോൾ 19കാരിക്ക് നേരെ ബസ്സിൽ വെച്ച് ലൈംഗിക അതിക്രമം നടത്തിയതിന് പിടിയിലായിരിക്കുന്ന കമൽ. ഈ ബസ്സിൽ അപ്പോൾ കൂടുതൽ യാത്രക്കാരുണ്ടായിരുന്നോ? വൈകുന്നേരമായിരുന്നു സംഭവം, യാത്രക്കാരുണ്ടായിരുന്നു. എങ്ങനെയാണ് ഈ കുട്ടിയുടെ പ്രതികരണം അപ്പോൾ എങ്ങനെയായിരുന്നു? തീർച്ചയായും ഫിജി, ഇന്ന് അവധി ദിവസമായതിനാൽ യാത്രക്കാർ ബസ്സിൽ കുറവായിരുന്നു. ഈ ഫോർട്ട് കൊച്ചിയിൽ നിന്നും ആലുവയ്ക്ക് സർവീസ് നടത്തുന്ന ബസ്സിലാണ് ഈ സംഭവം അരങ്ങേറുന്നത്. ഈ പെൺകുട്ടിയെ ലൈംഗിക അതിക്രമം നടത്തിയതിന് പിന്നാലെ പെൺകുട്ടി ബഹളം വെച്ച് കരഞ്ഞതിനെ തുടർന്ന് ബസ് ജീവനക്കാരും അതോടൊപ്പം തന്നെ യാത്രക്കാരും വിഷയത്തിൽ ഇടപെട്ടു. ഈ ഒന്നും അറിയാത്ത രൂപത്തിൽ ഈ അധ്യാപകൻ എന്ന് പറയുന്ന വ്യക്തി നിന്നപ്പോൾ പെൺകുട്ടി തനിക്ക് നേരിട്ട ദുരനുഭവം ബസ് ജീവനക്കാരോടും യാത്രക്കാരോടും വിവരിച്ചു. ഉടൻ തന്നെ യാത്രക്കാരും ബസ് ജീവനക്കാരും പോലീസിനെ വിവരം അറിയിച്ചു. സൗത്ത് പോലീസ് എത്തി ഇയാളെ കസ്റ്റഡിയിലെടുത്തു. ഇപ്പോൾ ഈ നിലവിൽ ഇയാൾ എറണാകുളം സൗത്ത് പോലീസ് സ്റ്റേഷനിലാണുള്ളത്. അല്പസമയത്തിനകം തന്നെ ഇയാളെ മജിസ്ട്രേറ്റിന്റെ വൈദ്യ പരിശോധന നടത്തിയ ശേഷം മജിസ്ട്രേറ്റിന്റെ വസതിയിൽ ഹാജരാക്കുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 19 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിക്ക് നേരെയാണ് അധ്യാപകനായ കമൽ എന്ന വ്യക്തി ഈ ലൈംഗിക അതിക്രമം നടത്തിയിരിക്കുന്നത്. ഫിജി, നിതിൻ, ഇയാൾ ഓടി രക്ഷപ്പെടാൻ മറ്റോ ശ്രമിക്കുകയുണ്ടായോ? ബസ്സിന്റെ ഉള്ളിൽ വെച്ച് തന്നെ തടഞ്ഞു വെച്ച് ഇയാളെ പിടികൂടാൻ കഴിഞ്ഞു, അങ്ങനെയാണോ? തീർച്ചയായും അത്തരത്തിൽ ഓടി രക്ഷപ്പെടാനുള്ള ഒരു ശ്രമം ബസ് ജീവനക്കാരും യാത്രക്കാരും തടയുകയായിരുന്നു. കാരണം ബസ്സിൽ പെൺകുട്ടി നിലവിളിക്കുന്നത് കേട്ടാണ് യാത്രക്കാരും ബസ് ജീവനക്കാരും ഇടപെടുന്നത്. ഈ 19കാരിയോട് എന്താണ് സംഭവിച്ചതെന്ന് ജീവനക്കാർ ആരാഞ്ഞു. തനിക്ക് നേരിട്ട ദുരനുഭവം ഈ പെൺകുട്ടി വിശദീകരിച്ചു. ഉടൻ തന്നെ ഈ പെൺകുട്ടി ഇയാളെ കമലിനെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയും ചെയ്തു. യാത്രക്കാരും അതോടൊപ്പം തന്നെ ബസ് ജീവനക്കാരും ഇയാളെ പിടിച്ചുവെക്കുകയും പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. ഉടൻ തന്നെ സൗത്ത് പോലീസ് സ്ഥലത്തെത്തി ഇയാളെ കസ്റ്റഡിയിലെടുത്തു പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി. യാത്രക്കാർ ഇയാളെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പോലീസ് എത്തി ഇടപെട്ടാണ് ഇയാളെ സൗത്ത് സ്റ്റേഷനിലേക്ക് മാറ്റിയിരിക്കുന്നത്. നിലവിൽ ഇയാൾ സൗത്ത് സ്റ്റേഷനിലുണ്ട്. അല്പസമയത്തിനകം തന്നെ വൈദ്യപരിശോധനയ്ക്കായി ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും. അവിടെ നിന്നും വൈദ്യപരിശോധന പൂർത്തിയാക്കി മജിസ്ട്രേറ്റിന്റെ വസതിയിൽ ഹാജരാക്കാനാണ് പോലീസിന്റെ നീക്കം. ശരി, നിതിൻ പ്രഭാകരൻ റിപ്പോർട്ട് ചെയ്യുന്നു. കൊച്ചിയിൽ നിന്നും സൗത്ത് പോലീസ് സ്റ്റേഷനിലാണ് ഈ അധ്യാപകൻ ഇപ്പോൾ ഉള്ളത്. 19 വയസ്സുള്ള പെൺകുട്ടിക്ക് നേരെ ബസ്സിൽ വെച്ച ലൈംഗിക അതിക്രമം നടത്തിയതിനാണ് ഇപ്പോൾ നടപടി ഉണ്ടാകുന്നത്. അല്പസമയത്തിനകം ഇയാളെ വൈദ്യപരിശോധന പൂർത്തിയാക്കി മജിസ്ട്രേറ്റിന് മുന്നിൽ എത്തിക്കും, മജിസ്ട്രേറ്റിന്റെ വസതിയിൽ എത്തിക്കും.